മായ രാഹുൽ പാലാ നഗരസഭയുടെ അധ്യക്ഷയാകും. അല്പസമയം മുൻപ് നടന്ന വോട്ടെടുപ്പിൽ 16 വോട്ടുകൾ നേടിയാണ് മായ രാഹുൽ വിജയിച്ചത്. 12 LDF അംഗങ്ങളും 4 UDF വിമതരും മായയെ പിന്തുണച്ചു. UDFന് 10 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. സ്വതന്ത്ര അംഗമായാണ് വിജയിച്ചതെന്നും തനിക്കെതിരെ കോൺഗ്രസ് നിയമ നടപടിക്ക് സ്വീകരിക്കാൻ കഴിയില്ലെന്നും മായ പ്രതികരിച്ചു. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതും എപ്പോഴും പറഞ്ഞിരുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മൾക്ക് പാലാ നഗരസഭയിൽ മെജോറിറ്റി ആയിട്ട് ആരും തന്നെ ഇല്ല. എല്ലാവരും ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് പറയുന്നത്. അതിനാണ് ഞങ്ങൾ നഗരവികസന സമിതി എന്ന് തന്നെ ഈ ഒരു കൂട്ടായ്മയെ പേരിട്ട് വിളിക്കുന്നത്. ഞാനൊരു ഇൻഡിപെൻഡൻറ്റ് കൗൺസിലറായിട്ട് തന്നെയാണ് മത്സരിച്ചത്, ജയിച്ചത്. ഞാനിവിടെ കയറി ഇവിടെ എഴുതി കൊടുത്തതും ഇൻഡിപെൻഡൻറ്റ് കൗൺസിലറായിട്ട് തന്നെയാണ്. കഴിഞ്ഞ തവണ ഞാനൊരു കോൺഗ്രസ് കൗൺസിലറായിരുന്നു. എൻ്റെ സ്ഥാനം ഞാൻ രാജിവെച്ചിട്ടാണ് രണ്ടാമത് റീഇലക്ഷൻ നേരിട്ടത്. അപ്പോൾ അതുകൊണ്ട് ഇനി എനിക്കെതിരെ ഒരിക്കലും ഒരു നടപടി ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. പാലയിൽ നിന്നും മിഥുൻ മുരളിയാണ് ചേരുന്നത്. മിഥുൻ, അങ്ങനെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. LDFൻ്റെയും അതോടൊപ്പം തന്നെ ഒരു വിഭാഗം കോൺഗ്രസ് കൗൺസിലർമാരുടെയും പിന്തുണയിൽ, അതായത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ഇന്ത്യ സഖ്യത്തിന് അവിടെ കളമൊരുങ്ങിയിരിക്കുകയാണ്. എന്താണ് വോട്ടെടുപ്പിൽ സംഭവിച്ചത് മിഥുൻ? ഗൗതം, 12 LDF കൗൺസിലർമാർ, അതിൽ 10 പേർ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ നിന്നുള്ള കൗൺസിലർമാരാണ്. 2 പേർ CPMൻ്റെ കൗൺസിലർമാർ. അങ്ങനെ 12 LDFൻ്റെ കൗൺസിലർമാർ, 3 കോൺഗ്രസ് വിമത കൗൺസിലർമാർ, ഒപ്പം മായ രാഹുലിൻ്റെ വോട്ട്. 16 പേരുടെ പിന്തുണയിലാണ് പാലാ നഗരസഭയുടെ പുതിയ ചെയർപേഴ്സണായി മായ രാഹുൽ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. മായ രാഹുൽ UDF വിമതയാണ്. നേരത്തെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ഇത്തവണ വിമതയായി, UDFൻ്റെ വിമതയായി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച മായ രാഹുൽ ആണ്. നേരത്തെ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സ്ഥാനത്ത് കഴിഞ്ഞ ദിയ ബിനു പുളിക്കക്കണ്ടം ഭരണത്തിലുണ്ടായിരുന്ന സമയത്ത് ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സ്ഥാനവും വഹിച്ചിരുന്ന വ്യക്തിയാണ്. ഇപ്പോൾ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു സവിശേഷമായിട്ടുള്ള ഭരണ സംവിധാനം, നഗര വികസന മുന്നണി എന്ന പേരിലാകും പാലായിൽ ഇനി ഭരണം നടത്തുക. 3 കോൺഗ്രസിൻ്റെ വിമത കൗൺസിലർമാർ LDF കൊണ്ടുവന്ന അവിശ്വാസത്തെ 4 കോൺഗ്രസ് കൗൺസിലർമാർ പിന്തുണയ്ക്കുകയുണ്ടായി. അവർക്ക് പാർട്ടി വിപ്പ് ലംഘിച്ചുകൊണ്ടായിരുന്നു LDFൻ്റെ അവിശ്വാസത്തെ പിന്തുണച്ചത്. അങ്ങനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അവർക്കെതിരെ നിയമ നടപടിയുമായി കോൺഗ്രസ് DCC നേതൃത്വം മുന്നോട്ട് പോകുന്നു. ഇതിനിടയിൽ ഒരു കോൺഗ്രസ് കൗൺസിലർ തിരികെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് UDFിലേക്ക് തിരികെ മടങ്ങുകയും ചെയ്തു. അങ്ങനെ 3 കോൺഗ്രസ് വിമത കൗൺസിലർമാരാണ് ഇപ്പോൾ പാലാ നഗരസഭയിലുള്ളത്. അതിൽ പ്രധാനമായിട്ടുള്ള ടോണി തൈപ്പറമ്പിൽ നമ്മളോടൊപ്പം ചേരുകയാണ്. നിങ്ങൾക്കെതിരെ കോൺഗ്രസ് നേതൃത്വം നിയമ നടപടി ഉൾപ്പെടെ സ്വീകരിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ LDFൻ്റെ ചെയർപേഴ്സണ് വീണ്ടും പിന്തുണ നൽകിക്കൊണ്ട് ഒപ്പം ചേരുന്നത്. എങ്ങനെയാണ് നീ ഈ മണ്ണിൽ കോൺഗ്രസ് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരായതുകൊണ്ടാണ് ഞങ്ങൾ ഈ പോരാട്ടത്തിൽ ഇറങ്ങിയത്. അതിന് ഞങ്ങൾക്ക് പിന്തുണ തന്ന ഇടതുപക്ഷക്കാരോട് ഞങ്ങൾക്ക് പ്രത്യേകം നന്ദിയുണ്ട്. അതോടൊപ്പം തന്നെ ഇത് പാർട്ടി ഇല്ലായ്മ ഹൈജാക്ക് ചെയ്യാൻ പോയത്, അതായത് പല മുന്നണികളിൽ മാറി മാറി പ്രവർത്തിച്ചവർ നമ്മുടെ മുന്നണിയിലേക്ക് വരികയും അത് ഹൈജാക്ക് ചെയ്യുകയും ചെയ്തപ്പോഴാണ് നമ്മൾ ഇതിനെതിരെ പ്രതികരിച്ചത്. നിയമ നടപടി കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്നുണ്ട്. നിങ്ങൾ 3 വിമതർക്കെതിരെ അതിനെങ്ങനെയാണ് നേരിടുന്നത്? എൻ്റെ പാർട്ടി എൻ്റെ പെറ്റമ്മയെ പോലെയാണ്. ആ പെറ്റമ്മ ചിലപ്പോൾ കുട്ടികളെ ശിക്ഷിക്കും. ആ ഒരു ശിക്ഷണം മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നത്. അതൊരു പക്ഷേ പുറത്തുകൊണ്ട് ഞങ്ങളെല്ലാം തിരിച്ചു വിളിച്ച് ഞങ്ങൾ ആ പാർട്ടിയെ സംരക്ഷിക്കാനുള്ള കാര്യത്തിന് വേണ്ടി ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. കോൺഗ്രസ് നേതൃത്വം ഒരു തട്ടിലാണ് ഈ ഒരു വിഷയത്തിൽ. അപ്പോൾ നിങ്ങളാണ് യഥാർത്ഥ കോൺഗ്രസിൻ്റെ നിലപാടിനൊപ്പം നിൽക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞല്ലോ. കോൺഗ്രസ് ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് പ്രവർത്തനം നടത്തിയ ആളെ ഞാനാണ്. ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പാർട്ടി ഒരിക്കലും നമ്മൾ തള്ളിക്കളയില്ല. ഈ പാർട്ടിയെ സംരക്ഷിക്കാൻ, ഈ പാലയുടെ മണ്ണിൽ ഉറപ്പിച്ചു നിൽക്കാൻ, വികസനത്തിന് വേണ്ടി ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ചോദിച്ചുകൊണ്ട് അവരെയും കൂട്ടി ചോദിച്ചുകൊണ്ട് നല്ല രീതിയിലൊരു പ്രവർത്തനമായി ഞങ്ങൾ മുന്നോട്ട് പോകും. തത്വത്തിൽ LDF CPM എന്ന് പറയുന്നത് എതിർപക്ഷത്തുള്ള ഒരു പാർട്ടിയാണ്. അതിനോടൊപ്പം ചേർന്ന് എങ്ങനെയാണ് ഭരണം നടത്തുന്നുള്ള ചോദ്യം. ഇന്ത്യ മൊത്തം ഇന്ത്യ മുന്നണിയല്ലേ. അപ്പം പിന്നെ എല്ലാവരും ഒന്നിച്ചു പോകുന്നതിന് എന്ത് തെറ്റ്? പിന്നെ വികസനം ഉണ്ടാകാൻ എല്ലാവരുമായിട്ട് സൗഹൃദപരമായി മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. തത്വത്തിൽ പാലായിലും ഇന്ത്യ മുന്നണി വന്നു എന്നാണ്. തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണിയുമാണ് സൗഹൃദമായ വികസനത്തിന് വേണ്ടി ഏറ്റവും കൊതിക്കുന്ന ആളുകൾ ഒന്നിച്ചു ചേർന്നുകൊണ്ടുള്ള ഒരു നഗര വികസന മുന്നണി ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്.